പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: അയൽക്കാർക്ക് അതിനിന്ദിതൻ ആയത് ആര്? ഉത്തരം: ദാവീദ്. സങ്കീർത്തനം 31:11. ക്വസ്റ്റ്യൻ: കഠിനമായൊരു ദർശനം വെളിപ്പെട്ടത് ആർക്ക്? ഉത്തരം: യെശയ്യാവിന്. യെശയ്യാവ് 21:2. ക്വസ്റ്റ്യൻ: അഭിനന്ദനം ലഭിച്ച അപ്പനും മകനും. ഉത്തരം: ദാവീദും ശലോമോനും. 2 ശമൂവേൽ 14:22, 1 രാജാക്കന്മാർ 8:66. ക്വസ്റ്റ്യൻ: ഷണ്ഡ ഉളവായി വരുന്നത് നിമിത്തം അയഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം: ന്യായപ്രമാണം. ഹബക്കൂക്ക് 1:4. ക്വസ്റ്റ്യൻ: യഹോവ അണിയിച്ച അലങ്കാരം കൊണ്ട് സൗന്ദര്യം പരിപൂർണമായതിനാൽ ആരുടെ കീർത്തിയാണ് ജാതികളിൽ പരന്നത്? ഉത്തരം: യെരുശലേം. യെഹെസ്കേൽ 16:2-14. ക്വസ്റ്റ്യൻ: താൻ പിടിച്ചടക്കിയ പട്ടണത്തിന് തൻ്റെ പേരിട്ടതാര്? ഉത്തരം: നോബഹ്. സംഖ്യ 32:42. ക്വസ്റ്റ്യൻ: ആരുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങൾ ആകുന്നു? ഉത്തരം: ഉത്സാഹി. സദൃശവാക്യങ്ങൾ 21:5. ക്വസ്റ്റ്യൻ: ആരുടെ സഞ്ചാരത്തിലും നല്ലതാണ് കണ്ണിൻ്റെ നോട്ടം? ഉത്തരം: അഭിലാഷം. സഭാപ്രസംഗി 6:9. ക്വസ്റ്റ്യൻ: അഹരോൻ മുതൽ 17ാമത്തെ തലമുറയിൽ ജനിച്ച വ്യക്തി ആര്? ഉത്തരം: എസ്ര. എസ്ര 7:1-5 വരെ. ക്വസ്റ്റ്യൻ: രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നതാര്? ഉത്തരം: യോഥാം. 2 ദിനവൃത്താന്തം 26:21. ക്വസ്റ്റ്യൻ: സമഭൂമിയിൽ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് കവിണ്ണു വീണത് ആര്? ഉത്തരം: യെഹെസ്കേൽ. യെഹെസ്കേൽ 3:23. ക്വസ്റ്റ്യൻ: നിയമം ചെയ്ത ശേഷം വ്യത്യാസം കാണിച്ചത് നിമിത്തം അരുളപ്പാട് ലഭിച്ചത് ആർക്ക്? ഉത്തരം: യിരെമ്യാവിന്. യിരെമ്യാവ് 34:9-12 വരെ. ക്വസ്റ്റ്യൻ: വിശ്വസ്തനായ പരിശുദ്ധനോട് ഇന്നും അസ്ഥിരത കാണിക്കുന്നത് ആര്? ഉത്തരം: യഹൂദ. ഹോശേയ 11:12. ക്വസ്റ്റ്യൻ: മനോഹര രൂപിണിയുടെ മകൻ മനോഹര രൂപി ആയിരുന്നു. ആരാണവൻ്റെ പിതാവ്? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി 29:17, 39:7. ക്വസ്റ്റ്യൻ: ദൈവഭക്തരായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് ആര്? ഉത്തരം: മോശ. പുറപ്പാട് 18:21. ക്വസ്റ്റ്യൻ: നായകൻ്റെ ഓഹരി സംഗ്രഹിച്ചു വച്ചിരുന്ന ഭാഗം തിരഞ്ഞെടുത്തത് ആര്? ഉത്തരം: ഗാദ്. ആവർത്തന പുസ്തകം 33:20. ക്വസ്റ്റ്യൻ: കല്ലുരുക്കിയാൽ ലഭിക്കുന്നത് എന്ത്? ഉത്തരം: ചെമ്പ്. ഇയ്യോബ് 28:2. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാത്തതാരാണ്? ഉത്തരം: തെക്കോവ്യരുടെ ശ്രേഷ്ഠന്മാർ. നെഹമ്യാവ് 3:5. ക്വസ്റ്റ്യൻ: കർപ്പോസിൻ്റെ വീട് എവിടെയാണ്? ഉത്തരം: ത്രോവാസ്. 2 തിമോഥെയോസ് 4:13. ക്വസ്റ്റ്യൻ: വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എന്തിനോടെതിർത്ത് നിൽക്കണം? ഉത്തരം: പിശാച്. 1 പത്രോസ് 5:9. ക്വസ്റ്റ്യൻ: ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടാലും ഒത്തിരി സംസാരിച്ചാലും അതിൽ എന്താണുള്ളത്? ഉത്തരം: വ്യർത്ഥത. സഭാപ്രസംഗി 5:7. ക്വസ്റ്റ്യൻ: പുതിയ നിയമത്തിൽ ദൈവം എന്ന് തുടങ്ങുന്ന 2 പുസ്തകങ്ങളുണ്ട്. അത് ഏതെല്ലാം? ഉത്തരം:
റോമർ, എബ്രായർ. ക്വസ്റ്റ്യൻ: തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളി ആരാണ്? ഉത്തരം: മഹാപുരോഹിതനായ യോശുവ. സഖര്യാവ് 3:1-2. ക്വസ്റ്റ്യൻ: ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നുവെന്ന് പ്രവചിച്ചതാര്? ഉത്തരം: ഹാനോക്ക്. യൂദ 15-ാം വാക്യം. ക്വസ്റ്റ്യൻ: എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ, ആരുടെ വാക്കുകൾ? ഉത്തരം: മോശയുടെ. സംഖ്യ 11:15. ക്വസ്റ്റ്യൻ: ഇസ്രായേലിന് നൽകപ്പെട്ട ഒരു പട്ടം. ഉത്തരം: വചനം. ആവർത്തന പുസ്തകം 6:4-8. ക്വസ്റ്റ്യൻ: അതികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചതാര്? ഉത്തരം: യോശുവ. യോശുവ 8:10. ക്വസ്റ്റ്യൻ: ദാവീദിനെ അഭിഷേകം ചെയ്തതാര്? ഉത്തരം: ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേൽ 16:13. ക്വസ്റ്റ്യൻ: അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരു അപ്പം കൊടുപ്പാൻ കൽപ്പിച്ചതാർക്ക്? ഉത്തരം: യിരെമ്യാവിന്. യിരെമ്യാവ് 37:21. ക്വസ്റ്റ്യൻ: യേഹൂ ദർശകൻ ആരുടെ മകൻ? ഉത്തരം: ഹനാനിയുടെ. 2 ദിനവൃത്താന്തം 19:1-2. ക്വസ്റ്റ്യൻ: ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാര്? ഉത്തരം: നെഹമ്യാവ്. നെഹമ്യാവ് 1:4. ക്വസ്റ്റ്യൻ: എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ ആരുടെ വാക്കുകൾ? ഉത്തരം: ഇയ്യോബ്. ഇയ്യോബ് 6:1-9. ക്വസ്റ്റ്യൻ: ധനവാനും ദരിദ്രനും ഒരുപോലെ കൊടുക്കേണ്ടത് എന്താണ്? ഉത്തരം: വീണ്ടെടുപ്പ് വില. പുറപ്പാട് 30:15. ക്വസ്റ്റ്യൻ: അബീമേലെക്കിൻ്റെ സ്നേഹിതനാര്? ഉത്തരം: അഹൂസത്ത്. ഉൽപ്പത്തി 26:26. ക്വസ്റ്റ്യൻ: ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടവരെ യോഗ്യമാകും വണ്ണം യാത്ര അയക്കുവാൻ നിർദ്ദേശിച്ചത് ആര്? ഉത്തരം: യോഹന്നാൻ. 3 യോഹന്നാൻ 1:7. ക്വസ്റ്റ്യൻ: ആരെയാണ് ഹൃദയത്തിൽ ദ്വേഷിക്കരുതാത്തത്? ഉത്തരം: സഹോദരനെ. ലേവ്യ 19:17. ക്വസ്റ്റ്യൻ: യഹോവ ദൂരത്ത് നിന്ന് അറിയുന്നത് ആരെ? ഉത്തരം: ഗർവിയെ. സങ്കീർത്തനം 138:6. ക്വസ്റ്റ്യൻ: അഹരോന് കൊടുത്ത വിശുദ്ധ വസ്ത്രം എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം: മഹത്വത്തിനും അലങ്കാരത്തിനും. പുറപ്പാട് 28:2. ക്വസ്റ്റ്യൻ: യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപഹരിച്ചു കൊണ്ടുപോയ രാജാവ്? ഉത്തരം: മിസ്രയീം രാജാവായ ശീശക്ക്. 2 ദിനവൃത്താന്തം 12:9. ക്വസ്റ്റ്യൻ: കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് ആഖാൻ മോഹിച്ചെടുത്ത വിശേഷ വസ്തു എന്ത്? ഉത്തരം: ബാബിലോണ്യ മേലങ്കി. യോശുവ 7:21. ക്വസ്റ്റ്യൻ: ഏറ്റവും അഴകുള്ള പശുക്കിടാവിന്മേൽ ഈച്ച വരുന്നത് എവിടെ നിന്ന്? ഉത്തരം: വടക്ക്. യിരെമ്യാവ് 46:20. ക്വസ്റ്റ്യൻ: എലീശയുടെ പിതാവിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം: ഷാഫാത്ത്. 2 രാജാക്കന്മാർ 3:11. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാതിരുന്ന ജാതികൾ? ഉത്തരം: ഗശൂര്യർ, മാഖാത്യർ. യോശുവ 13:13. ക്വസ്റ്റ്യൻ: ശലോമോന് ഒരു വർഷം കിട്ടിയിരുന്ന പൊന്നിൻ്റെ തൂക്കം എത്ര? ഉത്തരം: 666 താലന്ത്. 2 ദിനവൃത്താന്തം 9:13. ക്വസ്റ്റ്യൻ:
രൂത്തിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ പേരെന്ത്? ഉത്തരം മഹ്ലോൻ. രൂത്ത് 4:10. ക്വസ്റ്റ്യൻ: രാജനഗരങ്ങളെപ്പോലെ വലിയൊരു പട്ടണം ഏത്? ഉത്തരം ഗിബയോൻ. യോശുവ 10:2. ക്വസ്റ്റ്യൻ: മൊർദെഖായിയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം യായീർ. എസ്തേർ 2:5. ക്വസ്റ്റ്യൻ: യഹോവയുടെ ആദ്യജാതൻ ആര്? ഉത്തരം ഇസ്രായേൽ. പുറപ്പാട് 4:22. ക്വസ്റ്റ്യൻ: ഒരു സ്ത്രീ ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ രക്തശുദ്ധീകരണത്തിനായി ഇരിക്കേണ്ടത് എത്ര ദിവസങ്ങളാണ്? ഉത്തരം 33. ലേവ്യ 12:4. ക്വസ്റ്റ്യൻ: ഈ വ്യക്തി കന്യകയായ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആര്? ഉത്തരം മഹാപുരോഹിതൻ. ലേവ്യ 21:10-13. ക്വസ്റ്റ്യൻ: ഒരു കാള ദാസനെയോ ദാസിയെയോ കുത്തിയാൽ അവരുടെ ഉടമസ്ഥന് എത്ര ശേക്കെൽ വെള്ളി കൊടുക്കണം? ഉത്തരം 30 ശേക്കെൽ. പുറപ്പാട് 21:32. ക്വസ്റ്റ്യൻ: ആരും പണയം വാങ്ങാൻ പാടില്ലാത്തത് എന്ത്? ഉത്തരം തിരിക്കല്ല്. ആവർത്തന പുസ്തകം 24:6. ക്വസ്റ്റ്യൻ: ഷേഖേമിൻ്റെ അപ്പൻ്റെ പേരെന്ത്? ഉത്തരം ഹമോർ. ഉൽപ്പത്തി 34:6. ക്വസ്റ്റ്യൻ: ലേവ്യർക്കുള്ള സങ്കേത നഗരങ്ങൾ എത്ര? ഉത്തരം 6. സംഖ്യ 35:6. ക്വസ്റ്റ്യൻ: യാക്കോബിന് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് വിളിച്ച പേര്? ഉത്തരം ഏൽ ബദേൽ. ഉൽപ്പത്തി 35:7. ക്വസ്റ്റ്യൻ: മോവാബിൻ്റെ അതിരോട് ചേർന്നിരിക്കുന്ന താഴ്വരച്ചരിവ് എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകം? ഉത്തരം യുദ്ധപുസ്തകം. സംഖ്യ 21:15. ക്വസ്റ്റ്യൻ: സകല സമ്പാദ്യത്താലും നേടേണ്ടത് എന്ത്? ഉത്തരം വിവേകം. സദൃശവാക്യങ്ങൾ 4:7. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്നതാര്? ഉത്തരം നേരുള്ളവർ. സങ്കീർത്തനം 140:13. ക്വസ്റ്റ്യൻ: ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നത് ആരുടെ കണ്ണാണ്? ഉത്തരം മൂഢൻ്റെ. സദൃശവാക്യങ്ങൾ 17:24. ക്വസ്റ്റ്യൻ: തണുപ്പിനായി ഉപയോഗിക്കുന്ന ഫലം ഏത്? ഉത്തരം നാരങ്ങ. ഉത്തമഗീതം 2:5. ക്വസ്റ്റ്യൻ: ആരുടെ പല്ലാണ് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നത്? ഉത്തരം യഹൂദ. ഉൽപ്പത്തി 49:9-12. ക്വസ്റ്റ്യൻ: ദൈവസന്നിധിയിൽ വെള്ളം പോലെ പകരേണ്ടത് എന്ത്? ഉത്തരം ഹൃദയം. വിലാപങ്ങൾ 2:19. ക്വസ്റ്റ്യൻ: മൂഢന്മാരുടെ ഹൃദയം എവിടെയാണ്? ഉത്തരം സന്തോഷഭവനത്തിൽ. സഭാപ്രസംഗി 7:4. ക്വസ്റ്റ്യൻ: സഹിഷ്ണുത കാണിച്ചവരെ നാം എന്ത് എന്ന് പുകഴ്ത്തുന്നു? ഉത്തരം ഭാഗ്യവാന്മാർ. യാക്കോബ് 5:11. ക്വസ്റ്റ്യൻ: മക്കദോനിയയിലും അഖായയിലും എല്ലായിടവും തെസലോനിക്ക സഭയുടെ എന്ത് സവിശേഷതയാണ് പ്രസിദ്ധമായിരിക്കുന്നത്? ഉത്തരം ദൈവത്തിലുള്ള വിശ്വാസം. 1 തെസലോനിക്കർ 1:8. ക്വസ്റ്റ്യൻ: സുവിശേഷ വേലയിൽ പൗലോസ് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം മുഖസ്തുതി, ദ്രവ്യാഗ്രഹം. 1 തെസലോനിക്കർ 2:5. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ എന്താണ് ഉണ്ടാക്കുന്നത്? ഉത്തരം സമാധാനം. മത്തായി 5:9.
ക്വസ്റ്റ്യൻ: ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ആയിരിക്കുന്നതാര്? ഉത്തരം: യഹൂദർ. 1 തെസ്സലോനിക്കർ 2:15. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ തേജസ്സും പ്രതിമയും ആര്? ഉത്തരം: പുരുഷൻ. 1 കൊരിന്ത്യർ 11:7. ക്വസ്റ്റ്യൻ: വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ വന്നത് എന്ത്? ഉത്തരം: സുവിശേഷം. 1 തെസ്സലോനിക്കർ 1:5. ക്വസ്റ്റ്യൻ: ശമൂവേലിൻ്റെ കൊച്ചുമകനായ സംഗീതക്കാരൻ ആര്? ഉത്തരം: ഹേമാൻ. 1 ദിനവൃത്താന്തം 6:33. ക്വസ്റ്റ്യൻ: തൻ്റെ 2 ഭാര്യമാരെ ഉപേക്ഷിച്ച വ്യക്തി ആര്? ഉത്തരം: ഷഹരയീം. 1 ദിനവൃത്താന്തം 8:8. ക്വസ്റ്റ്യൻ: യേശു സ്നേഹിതൻ എന്നു വിളിച്ച ശിഷ്യൻ ആര്? ഉത്തരം: യൂദ. മത്തായി 12:50. ക്വസ്റ്റ്യൻ: എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്തതാര്? ഉത്തരം: പെണ്ണുങ്ങൾ. 2 തിമോഥെയോസ് 3:6. ക്വസ്റ്റ്യൻ: 75-ാം സങ്കീർത്തനത്തിൻ്റെ രാഗം ഏത്? ഉത്തരം: നശിപ്പിക്കരുതേ. ക്വസ്റ്റ്യൻ: മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ലാത്ത ഗോത്രമേത്? ഉത്തരം: യഹൂദ. എബ്രായർ 7:14. ക്വസ്റ്റ്യൻ: സമാധാനത്തിൽ വിതയ്ക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്ത്? ഉത്തരം: നീതി. യാക്കോബ് 3:18. ക്വസ്റ്റ്യൻ: സ്വന്തം മോഹത്തെ അനുസരിച്ച് നടക്കുന്നതാര്? ഉത്തരം: പരിഹാസികൾ. 2 പത്രോസ് 3:4. ക്വസ്റ്റ്യൻ: ബിലയാമിൻ്റെ അപ്പനാര്? ഉത്തരം: ബെയോർ. സംഖ്യ 24:3. ക്വസ്റ്റ്യൻ: അവസാനത്തോളം മുറുകെ പിടിക്കേണ്ടത് എന്ത്? ഉത്തരം: ആദ്യ വിശ്വാസം. എബ്രായർ 3:4. ക്വസ്റ്റ്യൻ: ദൈവശബ്ദം കേട്ട് പേടിച്ചു വിറച്ച വ്യക്തി ആര്? ഉത്തരം: മോശ. എബ്രായർ 12:21. ക്വസ്റ്റ്യൻ: ഗലീലയ്ക്ക് നേരെയുള്ള ദേശം ഏത്? ഉത്തരം: ഗരസേന്യ. ലൂക്കോസ് 8:26. ക്വസ്റ്റ്യൻ: ദാവീദ് അബ്ശലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം ഏത്? ഉത്തരം: സങ്കീർത്തനം 3. ക്വസ്റ്റ്യൻ: തേളിൻ്റെ ശക്തി ലഭിച്ച വെട്ടുക്കിളിക്ക് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ എത്ര മാസം ദണ്ഡിപ്പിപ്പാനാണ് അധികാരം ലഭിച്ചത്? ഉത്തരം: 5 മാസം. വെളിപ്പാട് 9:5. ക്വസ്റ്റ്യൻ: നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്ക. ആര്? ഉത്തരം: യാക്കോബ്. ഉൽപ്പത്തി 27:26-30 വരെ. ക്വസ്റ്റ്യൻ: തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി. ആര്? ഉത്തരം: ജാതികൾ. സങ്കീർത്തനം 9:15. ക്വസ്റ്റ്യൻ: ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. ആരുടെ വാക്കുകൾ? ഉത്തരം: ശൗലിൻ്റെ. 1 ശമൂവേൽ 28:15. ക്വസ്റ്റ്യൻ: ഒത്നിയേലിൻ്റെ സഹോദരൻ? ഉത്തരം: സെരായാവ്. 1 ദിനവൃത്താന്തം 4:13. ക്വസ്റ്റ്യൻ: മഹളിയുടെ പുത്രന്മാരിൽ വിവേകമുള്ളൊരു പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: ശേരബ്യാവ്. എസ്ര 8:18. ക്വസ്റ്റ്യൻ: മനസ്സിന് ഇമ്പമായിരിക്കുന്നത് എന്ത്?
ഉത്തരം പരിജ്ഞാനം. സദൃശവാക്യങ്ങൾ 2:10. ക്വസ്റ്റ്യൻ: ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കരുത്. ഏതിനെ? ഉത്തരം യെരുശലേമിനെ. യെശയ്യാവ് 62:7. ക്വസ്റ്റ്യൻ: കാലിടറിപ്പോകുന്ന പർവ്വതം ഏത്? ഉത്തരം അന്ധകാര പർവ്വതം. യിരെമ്യാവ് 13:16. ക്വസ്റ്റ്യൻ: ഏത് പേരിനാലാണ് ജ്ഞാനഹൃദയൻ വിളിക്കപ്പെടുന്നത്? ഉത്തരം വിവേകി. സദൃശവാക്യങ്ങൾ 16:21. ക്വസ്റ്റ്യൻ: ഏത് സഭയ്ക്കാണ് സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവ ഉള്ളത്? ഉത്തരം തുയതൈര. വെളിപ്പാട് 2:19. ക്വസ്റ്റ്യൻ: മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ആര്? ഉത്തരം ഹിസ്കിയാവ്. യെശയ്യാവ് 38:14. ക്വസ്റ്റ്യൻ: വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റെ രട്ടുടുത്ത് ഉപവസിച്ചതാര്? ഉത്തരം ആഹാബ്. 1 രാജാക്കന്മാർ 21:27. ക്വസ്റ്റ്യൻ: അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും രാപാർത്തതായ വ്യക്തി ആര്? ഉത്തരം എസ്രാ. എസ്രാ 10:6. ക്വസ്റ്റ്യൻ: വിശുദ്ധന്മാർക്ക് ചേർച്ചയില്ലാത്തത് ഏതെല്ലാം? ഉത്തരം ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്. എഫെസ്യർ 5:4. ക്വസ്റ്റ്യൻ: തനിക്ക് മനം തണുക്കേണ്ടതിന് ആരെയാണ് പൗലോസ് ഫിലിപ്പിയ സഭയിലേക്ക് അയക്കുവാൻ ആശിച്ചത്? ഉത്തരം തിമത്തിയോസിനെ. ഫിലിപ്പിയർ 3:19. ക്വസ്റ്റ്യൻ: ബന്ധനങ്ങൾ മുറുകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ ആര് ആകരുത്? ഉത്തരം പരിഹാസികൾ. യെശയ്യാവ് 28:22. താങ്ക്സ് ഫോർ വാച്ചിങ്.